ദൈവവചനത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനുള്ള ശക്തിയുണ്ട്. ദൈവവചനത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഹൃദയമിടിപ്പ് നിന്നു എന്ന് കണ്ടാൽ അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡീഫിബ്രിലേഷൻ. ഡീഫിബ്രിലേറ്റർ എന്ന ഒരു മെഷീൻ ഉപയോഗിച്ച് നിലച്ചുപോയ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ അവർ പരിശ്രമിക്കും. ഒരു വട്ടം പരിശ്രമിക്കുമ്പോൾ ചിലർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് നിലച്ചുപോയ ഹൃദയമിടിപ്പ് വീണ്ടും തുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലരിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പലവട്ടം ആവർത്തിച്ചിട്ടും തിരിച്ചു പിടിക്കാനാകാതെ നഷ്ടപ്പെട്ട ജീവിതങ്ങളുമുണ്ട്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാറ്റമുണ്ടാകും. നിലച്ചു പോയിരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വരുത്താൻ ഈ ട്രീറ്റ്മെൻറ്റിന് കഴിയും. അവസാനത്തെ ഒരു പരിശ്രമമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലാനുള്ള ശക്തിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ ഈ തിരുവെഴുത്തുകളിൽ ദൈവശക്തിയുണ്ട്. ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ഈ വചനങ്ങളിൽ നിന്നും പുറത്തു വരികയാണ്. എന്നെ വളരെ ചലിപ്പിച്ച ഒരു സന്ദേശമുണ്ട്. അത് ക്രൂശിൽ യേശു തകർക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ രക്തം നൽകിയ സന്ദേശമാണ്. ഇന്ന് പകലിലും ആ രക്തം സംസാരിക്കുന്നുണ്ട്. എന്താണ് ആ രക്തം നൽകുന്ന സന്ദേശം? യേശുവിൻ്റെ രക്തം ഇന്ന് പകൽ സംസാരിക്കുകയാണ്. നിന്റെ സകല ബന്ധനങ്ങളും അഴിഞ്ഞിരിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും ദൈവം സൗഖ്യമാക്കിയിരിക്കുകയാണ്. അതെ, അതാണ് രക്തം നൽകുന്ന സന്ദേശം. നിന്റെ പാപമാണ് യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടത്. നിന്റെ രോഗമാണ് അവൻ വഹിച്ചത്. അങ്ങനെ അവനത് ചുമന്നപ്പോഴാണ് രക്തം പുറത്തു വന്നത്. ഇന്ന് പകൽ നിനക്ക് സൗഖ്യമുണ്ട്. ഇന്ന് പകൽ നിനക്ക് വിടുതലുണ്ട്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും മോചിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഒന്ന് ഈ രക്തത്തെ നാവിൽ ഉച്ചരിച്ചു നോക്ക്. ഇതിൽ ശക്തിയുണ്ടോ എന്നറിയാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്ക്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിനേക്കാളും അത്യന്തമായൊരു ശക്തി ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പകൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുക, വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.